ഇവരോട് പോകും അല്ലേ? എന്നോട് ഇപ്പൊ കേട്ട് പോണ പിന്നെ വിൽക്കാനായിരിക്കില്ലല്ലോ കാട്ടില്. ശരിയാ. ഓ ഭയങ്കര ചൂട്. കുളിക്കാൻ പോയാലോ? അതെ, നീ ഞാൻ കുളിക്കാൻ നിക്കണ്ട കേട്ടോ. ചൂടെടുത്തിട്ടടി. 2 ദിവസമായിട്ട് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ നീ വാ, നമുക്ക് കുളിക്കാം. ഞാൻ അല്ലെങ്കിലും വരും. വാ നടക്ക്, കുളിക്കണ്ടേ? നീ വരണോ? അടിപൊളി സ്ഥലല്ലേ ശരിക്കും. ചിക്കനും പൊരിക്കാം. ചെറിയൊരു വഴിയെന്നേ പോരാ. ഇതെങ്ങോട്ട് ഓർഡർ? ഡാ क्या बोलती तू? क्या मैं बोलूं? എടാ ജോബ് പണി തുടങ്ങിയടാ. എടാ ഞാൻ വരുന്നതിന് മുമ്പ് അവൻ കയറി പരിപാടി തുടങ്ങിയടാ. ചെല്ല അവന് കമ്പനി കൊടുക്ക്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഇറങ്ങണ? ചെല്ലി എപ്പോഴാ എത്തി ഇവിടെ? പോ. അവന്റെ ഒരു ഭാഗ്യം. എന്ത് പരിപാടി എന്നെ കൊണ്ടോ അതെന്തോ തലക്കേണ്ട അവരുടെ അവർക്ക് കൊടുക്കും. കുളി മുടക്കിയപ്പോ നിനക്ക് സമാധാനമല്ലോ. ആ സോപ്പട്ടിന്നാണ് സോപ്പട്ടി അവരെ ഞാൻ കൊടുത്തോളാം. തണുക്കുന്നിടാ. അത്ര കണുപ്പുണ്ടോ? ഇതെവിടെ പോണു? എവിടെ പോണു? എനിക്ക് കുറച്ച് പരിപാടി എന്ത് പരിപാടി? പരിപാടി ഇല്ലില്ല. എടാ വെള്ളടിക്കണം. എടാ തണുപ്പ് മാറ്റണ്ടേ? പരിപാടിക്ക് വരട്ടെ. ഞാൻ പോട്ടെ. എടാ പറഞ്ഞു കൊടുക്കടാ. ഓ എടാ വന്നേടി. റം ഏതാ വിസ്കി ഏതാന്ന് അറിയാൻ പാടില്ലാത്തവരാ ഇവന്മാര്. മലയാളിക്ക് അപമാനമുള്ള ദൈവമേ. വിസ്കി ഇവന്മാർ അടിക്കേണ്ട കാര്യമില്ല. അയ്യോ നിങ്ങൾ കയറണില്ലല്ലോ, പോകുമ്പോ കൊണ്ടുപോവാം. 6 അടിച്ചപ്പോഴേക്കും ഫിറ്റായില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പകലാണ് വെള്ളോടി. അതെന്താ അവർക്ക് പണിക്ക് പോണ്ടേ? അതാണ് മെയിൻ പണി. കുടിച്ചോ, ഊതി ഊതി കുടിച്ചോ. ആൾക്കാർ കട്ടൻ ചായ എന്ന് കരുതിക്കോട്ടെ. अरे शाम, ये पीने के लिए तुम लोग इधर आया क्या? ये लो, ये तो ज्यादा मजा आएगा. ബ്രോ ഗോഡ് ബ്ലസ് യു ബ്രോ. എങ്ങനെ ഉണ്ടാ? അത് കൊള്ളാം. ബൈ ബൈ. അപ്പൊ ഊപ്പർ പോയിട്ടോ? नहीं शाम, हम लोग इधर ऐसे ही बैठता है. ഊതി കുടിക്കട്ടാ. ഞാനും കൂടി നോക്കടാ. ഒരു പഫാടാ. അതെ, ഒരു പെയിന്റിംഗ് കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? ഇവളെന്താടാ വാങ്ങിച്ചത്? അമേസിംഗ്. 2 ബുൾസ് അടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ കാണിച്ച്. പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കല്ല് ചൂടായിരിക്കുന്നു, 2 ബുൾസ് ഇട്ട് വെച്ചിരിക്കുന്നു, സാധനം റെഡി ആയിരിക്കുന്നു. അത് മറിച്ചിട്ട് കഴിഞ്ഞ് അടിപൊളിയായിട്ട് കഴിക്കും. അതാണ് സംഭവം. ആണോ? ഒന്ന് പോടാ. ഇയാള് ഡാർക്കാണല്ലോ. അതെ, നിങ്ങൾക്ക് ഈ ചായക്കടയും ഭക്ഷണത്തിന്റെ പരിപാടി മാത്രമേ അറിയുള്ളൂ. വേറൊന്നും അറിയില്ലേ? വേറൊരു ചിന്തയില്ലേ? ഫുഡാണ് വലുത്, ഭക്ഷണമാണ് വലുത്. ജീവിതത്തിലെ ഫുഡ് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? നിനക്ക് പടം വരെ അല്ലാതെ വേറെ വല്ലതും അറിയോ? എനിക്കറിയാലോ. എന്തറിയാം? നിങ്ങൾക്ക് ഫുഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയാമോ? ബുൾസൈ ചുട്ടുതരാൻ പറ്റിയുണ്ടോ എനിക്ക്? അല്ലെ ചൂടാ സമ്മതിച്ചോ? നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, ഇവരാരും പറയുന്നില്ലല്ലോ. അതെ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കലാബോധം വേണം, കുറച്ച് ഭാവന വേണം. കാര്യമില്ല കേട്ടോ. മനസ്സിലാക്കി വെച്ചിരുന്ന കൊള്ളാം. കലാബോധം ഇല്ലാത്തവൻ ഖജറാവ് കാണാൻ വന്നേക്കും. അതെ, നിങ്ങൾ ഭയങ്കര ഡാർക്ക് ആക്കി. ബാഡ് ബാഡ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എന്താണ്? അവക്ക് കഴിവില്ലെങ്കിൽ ഞാനത് പറയണ്ടേ അവളോട്? ഇതാണ് ഹേമാവതി, ഇവിടുത്തെ ഗ്രാമപ്രമുഖ് ചന്ദ്രവർമ്മ രഘുവംശിയുടെ മകൾ. അതിലും നല്ലത് ഹരിചന്ദ്ര രഘുവംശിയുടെ പെങ്ങൾ എന്ന് പറഞ്ഞില്ല. അവരൊക്കെ ആരാ? ओ जी, हरिचंद्र रघुवंशी इधर का ग्राम प्रधान. वो बहुत खतरा है जी. ഈ പേര് നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഹരി 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 മുരളീനോ? പറ്റുന്നില്ലല്ലോ. സാധനം നല്ലതാ. അതായത് ഈ ഹരിചന്ദ്രൻ രഘുവംശില്ലേ, അയാളാണ് ഈ ഗജരാഹുവിന്റെ അപ്പുറത്തൊരു ലോകം ഉള്ളത് കണ്ടേക്കണ ഏക ആൾ. ഈ നാട്ടുകാരുടെ അവസാന വാക്ക്. വലിയ ഭൂസ്വത്തിനുടമ എന്ന് പറഞ്ഞാ ഇവിടുത്തെ മംഗലശ്ശേരി നീലകണ്ഠൻ. നമ്മള് നല്ലതാണെങ്കിൽ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മുണ്ടക്കൽ ശേഖരൻ. പക്ഷേ ഉണ്ടല്ല, ആളെ ഒന്ന് കാണണം. എന്തിന്? വെറുതെ ഒന്ന് കണ്ടോ, തോക്കൊക്കെ ഉണ്ട്. അതിപ്പോ പോലീസുകാരുടെ കയ്യിലൂല്ലേ? ഒട്ടുമില്ല.